ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു അയലക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാനൊരു 3 അയലയാണ് കേട്ടോ നന്നാക്കി വെച്ചേക്കണത്. നന്നാക്കി വെച്ച് അതിന് ഒന്ന് വരഞ്ഞും വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും മുളകും പുളിയൊക്കെ പെട്ടെന്ന് പിടിക്കുമല്ലോ, അതിന് വേണ്ടി ഞാനൊന്ന് വരഞ്ഞ് വെച്ചു. ഇനി അയലക്കൂട്ടാന് വേണ്ടിയിട്ടുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചു. ഒരു 10-15 ചെറുള്ളി തൊലി കളഞ്ഞ് വെച്ചു. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കുടംപുളി, നല്ല പുളിയുള്ളതാണ്, അപ്പോൾ 2 എടുത്ത് വെച്ച്, ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ കേട്ടോ. എല്ലാം അരിഞ്ഞ് വെച്ചു. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 5-6 മണി ഉലുവ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം നല്ലോണം കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയുടെ ഒരു പച്ച മണം പോയാൽ മതി, അല്ലാണ്ട് ഉള്ളി ബ്രൗണൊന്നും ആവണ്ട. ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് വഴട്ടുക. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയേക്കണു. ഇനി നമുക്ക് നമ്മുടെ മസാല പൊടികളിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം മല്ലിപ്പൊടിയും ചേർക്കണ്ട, 1 ടീസ്പൂൺ മാത്രം മതി. പിന്നെ 2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ കഴിക്കണവർക്ക് 2 സ്പൂൺ ഇടുക, അത് കുറവാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാലും മതി കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഈ മസാലപ്പൊടികളിലെ മണം നല്ലോണം മൂക്കണത്, നല്ലോണം മൂത്ത് നല്ലൊരു മണം വരണം. അതുവരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിറവും മാറും മസാലയുടെ, പിന്നെ നല്ല ഒരു മണവും വരും. അതുവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ മസാല പച്ച മണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാനിൽ അത്ര സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം വഴറ്റുക. നല്ലോണം ഒരു 2 മിനിറ്റ് നിന്ന് വഴറ്റണം. തീ ഒട്ടും കൂട്ടി വെക്കേണ്ട, മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് നമുക്ക് ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ വെച്ചാൽ ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് തിളച്ച് കുറുകുന്ന അത്ര ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പുളി ഇടുമല്ലോ, അപ്പോൾ അതതിൻ്റെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഞാനൊരു 1.25 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി, നല്ലോണം കുടുകൂടെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. പുളി ഞാൻ നേരത്തെ നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കഴുകി, ഞാൻ എൻ്റെ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ, പുളി മാത്രമാണ് ഇട്ട് കൊടുത്തത്. പുളി ഇട്ട് കൊടുത്ത് ഇനി നല്ലോണം തിളച്ച് ആ പുളി ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ പുളിയുടെ രസം ശരിക്കും ആ വെള്ളത്തിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ചു. ഞാൻ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ മീനിൻ്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല. നമ്മൾ 2 ഭാഗത്തും പിടിച്ചിട്ട്, മൺചട്ടിയല്ലേ മോൾ ഭാഗമൊന്നും ചൂടാവില്ല, അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സ്പേസൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഈ ചട്ടി കുറച്ച് ചെറുതുമാണ് കേട്ടോ, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഒന്ന് ചുഴറ്റി കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചുഴറ്റി കൊടുക്കട്ടെ കേട്ടോ, ഒന്നുകൂടി ചുഴറ്റി കൊടുത്ത്, അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് മീനിൻ്റെ മുകളിലേക്കൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനായിട്ട് ഒന്ന് നല്ലോണം ചുഴറ്റി കൊടുത്തു. ഇനി നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലോണം വേവിക്കണം. ഇപ്പം പെട്ടെന്ന് തിളച്ച് പെട്ടെന്ന് തയ്യാറാവും മീൻ കറി. മീനാണെങ്കിൽ അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തിളച്ച് പാകമാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. സ്പൂണിടാതെ കൈ കൊണ്ട് ഒന്ന് ചട്ടി അങ്ങനെ എടുത്തിട്ട് ഒന്ന് ചുഴറ്റി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റോളം നല്ലോണം വേവിച്ചെടുക്കുക. പിന്നെ പുളി ഉപ്പൊക്കെ നമ്മൾ നോക്കണം. പുളി കുറവാണെങ്കിൽ ഒരു കഷ്ണം ഈ സമയത്തേക്ക് ചേർത്ത് കൊടുക്കുക, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ലോണം തിളച്ച് നല്ല പാകം വരുന്നുണ്ട്, കുറുകി വന്നു. ഇപ്പോൾ അതിൻ്റെ ചാറെല്ലാം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചുഴറ്റി കൊടുക്കാം, നല്ലോണം ചുഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റും കൂടി വെന്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മീനൊക്കെ ഒരുവിധം നല്ലോണം വെന്തു കഴിഞ്ഞാൽ പുളിയും ഉപ്പൊക്കെ മീനിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി പെട്ടെന്ന് തയ്യാറായി. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. ഞാനിതിൽ വറുത്തിടൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായിട്ടോ. നല്ല ടേസ്റ്റാണ് ഊണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.